നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നിൽ പാർട്ടി ഒറ്റക്കെട്ടായി അണിനിന്നിരുന്ന കാഴ്ചയാണ് കേരളം ഇന്നോളം കണ്ടിരുന്നത്. പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈക്കുള്ളിലൊതുക്കിക്കൊണ്ട് ഏകഛത്രാധിപതിയായി, ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി പിണറായി വിജയൻ അപ്രമാദിത്വത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ഭരിച്ചത് 8 വർഷങ്ങളാണ്. ഇനിയും 2 വർഷം കൂടി പിണറായി വിജയന് അവശേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ വരും നാളുകളിൽ പിണറായി വിജയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇടത് കക്ഷികളും അതുപോലെ തന്നെ കേരളീയരും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ദയനീയ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമാണ് എന്നുള്ളതാണ് ബൂത്ത് തലം മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലം വരെ ചേർന്ന യോഗങ്ങളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളും ആരോപണങ്ങളും. ഇതിനെ ഒരു തരത്തിലും ഫലപ്രദമായി ചെറുക്കുവാൻ പിണറായിക്കോ പിണറായി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കോ പറ്റുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ പിണറായി പക്ഷത്ത് ഉണ്ട് എന്ന് പറയാവുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. വളരെ വിരളമായി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അതായത് പിണറായിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പരാജയത്തിന് സമ്പൂർണ്ണമായ ഉത്തരവാദിത്തം വഹിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കെടുകാര്യസ്ഥതയ്ക്കും കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയ പരാജയം എന്ന് തന്നെയാണ് പാർട്ടിയിലെ ഓരോ ആളുകളും വിശ്വസിക്കുന്നത്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് പിണറായി വിജയനെ പിന്താങ്ങിക്കൊണ്ട് ഇപ്പോഴും നടക്കുന്നത്. ഇതിനിടയിൽ വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. പിണറായി വിജയനും ഭരണത്തിനും നേരെ തന്നെയാണ് CPM-ന്റെ അകത്തു നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തു നിന്നുകൊണ്ടും ഒരു വലിയ നീക്കങ്ങൾ നടക്കുന്നു. CPI ആദ്യമേ തന്നെ വ്യക്തമാക്കി, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു പുറത്തു പോകുന്നു, LDF വിട്ടു പുറത്തു പോകുന്നു. ഇത് CPM-ന് കനത്ത തിരിച്ചടിയായിരുന്നു. എക്കാലത്തും CPM-ന്റെ പിൻബലവും മുൻബലവും തന്നെയായിരുന്നു. അതായത് ഇടതും വലതുമായി നിന്ന് CPM-നെ സംരക്ഷിച്ചു പോന്നുകൊണ്ടിരുന്നത് CPI തന്നെയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI-യെ CPM പിന്നിൽ നിന്ന് കുത്തി CPI-യുടെ സമ്പൂർണ്ണ പരാജയത്തിന് കളമൊരുക്കിയത് CPM-ഉം പിണറായി വിജയനും മാത്രമാണ് എന്നുള്ള ധാരണയിൽ ഇപ്പോൾ CPM എന്ന പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ LDF-നെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിനിടയിലാണ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടന്റെ ദയനീയമായ പരാജയത്തിന് വഴിയൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന തിരിച്ചറിവ് ചാഴിക്കാടനുണ്ടായതും ചാഴിക്കാടൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നതും. അതായത് മാണി ഗ്രൂപ്പ് പോലും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന കുറച്ചാളുകൾ മാത്രമായി പിണറായി ഗ്രൂപ്പ് ശോഷിച്ചിരിക്കുന്നു. ഒരു കാലത്ത് അച്യുതാനന്ദൻ, G സുധാകരൻ, MA ബേബി, തോമസ് ഐസക്, P ജയരാജൻ, KK ശൈലജ തുടങ്ങിയ മുതിർന്ന നേതാക്കളെയെല്ലാം വെട്ടിയൊതുക്കി പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് മുന്നേറിയുന്ന പിണറായി വിജയന് ചുറ്റും ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഉള്ളത്. ഇതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നു. പാർട്ടിയിലെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി നിന്നിരുന്ന പിണറായി വിജയന്റെ എക്കാലത്തെയും വലങ്കയായി പ്രവർത്തിച്ചിരുന്ന മൺമറഞ്ഞു പോയ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അനുഭാവികളും, കോടിയേരി പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം നിലവിലുണ്ടായിരുന്നു. കോടിയേരി പക്ഷത്ത് നിന്നിരുന്ന ആളുകൾ എല്ലാവരും ഇപ്പോൾ നിശബ്ദമായി തന്നെ കണ്ണൂർ ലോബിക്കൊപ്പം കൂടിയിരിക്കുന്നു. അതായത് പിണറായി വിജയന് എതിരെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ശക്തിക്കൊപ്പം കോടിയേരി പക്ഷത്തിന്റെ നിശബ്ദമായ എല്ലാ പിന്തുണകളും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിയമസഭാ സ്പീക്കറായ ഷംസീർ തന്നെയാണ് എന്നുള്ളതാണ് അറിയുന്നത്. കോടിയേരിയുടെ വത്സലപുത്രനെന്നും വത്സല ശിഷ്യൻ എന്നും തന്നെയാണ് ഷംസീറിനെ അറിയപ്പെട്ടിരുന്നത്. CPM-ൽ കുറെ കാലമായി പൂഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾക്കെല്ലാം പിന്നിൽ കോടിയേരി പക്ഷക്കാരാണ് എന്നുള്ള ഒരു പറച്ചിലുകൾ ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ ആങ്ങളയെ തിരുവനന്തപുരം ചീട്ടുകളി ക്ലബിൽ നിന്നും അറസ്റ്റ് ചെയ്യിച്ചതും, അതുപോലെ തന്നെ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഷോൺ ജോർജിന് വേണ്ടത്ര രേഖകൾ കൈമാറുന്നതിലും അത്തരം രേഖകൾ മറ്റിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും പുറകിൽ പ്രവർത്തിച്ചത് കോടിയേരി പക്ഷത്തെ ചില നേതാക്കളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇന്നിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ നിരവധി രേഖകൾ ഷോൺ ജോർജിനും മാത്യു കുഴൽനാടനും എത്തിച്ചു കൊടുക്കുന്നതിൽ കോടിയേരി പക്ഷത്തെ തലമുതിർന്ന പല ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. P ജയരാജനും KK ശൈലജയും EP ജയരാജനുമെല്ലാം പിണറായി പക്ഷത്തോട് അല്ലെങ്കിൽ പിണറായിയോട് ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോടിയേരി പക്ഷത്തെ നിശബ്ദമായ പിന്തുണ കൂടി P ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ ലോബിക്ക് കിട്ടുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട്. പാർട്ടിയിൽ ഇനി തെറ്റുതിരുത്തൽ നടപടിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കണം, മറ്റാരെയെങ്കിലും ആ സ്ഥാനത്തേക്ക് അവരോധിക്കണം എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെയാണ്
മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കി കാണിച്ചുകൊണ്ട് കെ ബാലനെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാക്കി മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ ചില ഫോർമുലകൾക്ക് വഴിവെക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി പിണറായിക്കൊപ്പം നിന്നിരുന്ന അവശേഷിച്ചിരുന്ന ആളുകൾ കൂടി കണ്ണൂർ ലോബിക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കോടിയേരി പക്ഷത്തിന്റെ നിശബ്ദ പിന്തുണയോട് കൂടി തന്നെയാണ് ഇപ്പോൾ പി ജയരാജൻ ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ തനിക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാതെ പോയതിനെ തുടർന്ന് ഗർവിച്ച് നടരുന്ന പി ജയരാജനും ഇപ്പോൾ മറുകണ്ഠം ചാടാൻ ഒരുങ്ങുന്നു, പി ജയരാജനോടൊപ്പം സന്ധി ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പി ജയരാജനാണ് പി ജയരാജനെ നേരത്തെ വൈദേഹ റിസോർട്ടിന്റെ കാര്യത്തിലെല്ലാം വിമർശന വിധേയമായി പാർട്ടിയിൽ ഉയർത്തി കാണിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പി ജയരാജനെതിരെ പി ജയരാജനാണ് വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നത് എന്നുള്ള കാര്യം അറിയുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഒരു അച്ചുതണ്ടായി കണ്ണൂർ ലോബി നീങ്ങുന്നു. ഈ കണ്ണൂർ ലോബിയിൽ പി ജയരാജനോടൊപ്പം പി ജയരാജനും കോടിയേരി പക്ഷവും എല്ലാം ചേർന്ന് നിൽക്കുന്നു എന്നറിയുമ്പോൾ, തോമസ് ഐസക്കിന്റെയും മുൻ നേതാവായ ജി സുധാകരന്റെയും എല്ലാം പിന്തുണ ഇവർക്കൊപ്പമാണെന്നറിയുമ്പോൾ പിണറായി വിജയൻ തീർത്തും പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയ പിണറായി വിജയന്റെ നടപടികളിൽ ഷംസീറിനും താല്പര്യക്കുറവുണ്ടായിരുന്നു. ആ താല്പര്യക്കുറവൊക്കെ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു എന്നറിഞ്ഞപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ രാജേഷും പി രാജീവും മുതലായ അടിയുറച്ച പിണറായി പക്ഷക്കാർ വരെ ഇപ്പോൾ പിണറായിയെ വിടുന്നു എന്നുള്ള അറിവ് കൂടി വരുന്നു. ഫലത്തിൽ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വരുന്ന 27, 28 തീയതികളിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിണറായി വിജയനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് അറിയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടതായി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വാർത്തയോ പുറത്തു വരുന്നില്ല. പക്ഷേ കോടിയേരി പക്ഷത്തിന്റെ നിശബ്ദമായ പിന്തുണയോടുകൂടി ഇപ്പോൾ പി ജയരാജൻ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി മറ്റുള്ള നേതാക്കളുടെ പിന്തുണയോടുകൂടി പിണറായി വിജയനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫലത്തിൽ CPM-ൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്, CPM-ൽ ഒരു പിളർപ്പിന് സാധ്യത കാണുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 27, 28 തീയതികളിൽ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരിക. അതിന് മുമ്പായിക്കൊണ്ട് തന്നെ ചില സമവായങ്ങൾ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. പിണറായി പക്ഷത്ത് നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിണറായിക്കെതിരെ ശക്തമായ ഒരു ലോബി നിലനിൽക്കുന്നു. ആ ലോബിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് പി ജയരാജൻ നിൽക്കുന്നു. ഇപ്പോൾ പി ജയരാജനോടൊപ്പം പി ജയരാജനും ചേരാൻ ഒരുങ്ങുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ നിശബ്ദ പിന്തുണയോടുകൂടി കോടിയേരി പക്ഷമുണ്ട്, ഷംസീറും നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായിരിക്കും ഈ 27, 28 തീയതികളിൽ വരാൻ പോകുന്ന തീരുമാനം? പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ? മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ? കോടിയേരി പക്ഷത്തിന്റെ നിശബ്ദ പിന്തുണയോടുകൂടി പി ജയരാജന്റെ നേതൃത്വത്തിൽ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.